കുളത്തൂപ്പുഴയിൽ കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങവേ മുങ്ങി മരിച്ച 20-കാരന്റെ മൃതദേഹം കണ്ടെത്തി. ചിതറ മൂന്നുമുക്ക് തടത്തരികത്ത് വീട്ടിൽ ഹർഷദ് നബിൽ എന്ന 20-കാരനാണ് മുങ്ങി മരിച്ചത്. ഇന്ന് വൈകിട്ട് 4ഓടെ ഹർഷദ് ഉൾപ്പെടുന്ന 4-അംഗ സംഘം കുളത്തൂപ്പുഴ തെന്മലപ്പാതയിലെ നെടുവന്നൂർ കടവിലെത്തുകയും ഇവിടെ കല്ലടയാറ്റിൽ കുളിക്കാൻ ഇറങ്ങുകയുമായിരുന്നു. പെട്ടെന്ന് ഒഴുക്കിൽപ്പെട്ട ഹർഷാദിനെ കാണാതാവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വെള്ളത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് കുളത്തൂപ്പുഴ പോലീസും പുനലൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പിന്നീട് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച മരണം സ്ഥിരീകരിച്ചു. 3:30-4 മണിക്കായിരുന്നു സംഭവം. നമ്മൾ ബഹളം കേട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഒരു 3 പയ്യന്മാർ 4 പേരുടെ ഇവിടുത്തെ 3 പേരുണ്ടായിരുന്നു. അതിലൊരാളെ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് വെച്ച് നമ്മൾ ഇറങ്ങി. വേറെ പയ്യന്മാർ ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി തപ്പിയെങ്കിലും കിട്ടിയില്ല. ലാസ്റ്റ് പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ വന്ന് അവരുടെ കൂടെ ഹെൽപ്പിൽ ബോഡി കരയ്ക്കെടുത്തു മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുളിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയത് പോയി. ഡ്രസ്സൊക്കെ അവിടെ ഊരി വെച്ചേക്കുമായിരുന്നു. ഇതിനു മുമ്പും ധാരാളം ആൾക്കാർ ഇവിടെ കുറേ യുവാക്കൾ ഇതേപോലെ വരുന്നു. സുരക്ഷാ ബോർഡും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് മദ്യപാനത്തിനും കുളിക്കുന്നതിന് നമുക്ക് ഒരു പരാതിയില്ല. കുളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചൂടാണ്, അപ്പോഴത്തേക്കും എങ്ങും വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുളിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. മര്യാദയ്ക്ക് ഒന്ന് കുളിച്ചിട്ട് പോയി. ഇത് കയമാണെന്ന് അറിഞ്ഞിട്ടും അതിലോട്ട് പിന്നെ ഇറങ്ങി പോകുന്നതാണ്. അത് കണക്ക് ധാരാളം യുവാക്കൾ രാത്രിയും വന്ന് അവിടെ വെള്ളമടിക്കുകയും കുപ്പികൾ എറിഞ്ഞു പൊട്ടിക്കുകയും അവിടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക്. കുളത്തൂപ്പുഴ പോലീസിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ പൂർത്തീകരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചു. നെടുവന്നൂർ കടവിലെ ഈ ഭാഗം കേന്ദ്രീകരിച്ച് കല്ലടയാറ്റിൽ നിരവധി പേരാണ് മുങ്ങി മരിച്ചിട്ടുള്ളത്. ഇതിൽ വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഏറെയും. മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ മുൻകരുതലുകളും ഒക്കെ അവഗണിച്ച് വീണ്ടും നിരവധി പേരാണ് ഈ ഭാഗത്ത് കുളിക്കാനായി ഇറങ്ങുന്നത്. കൂടുതൽ ശക്തമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും അത്യന്തം വേദനാജനകമായൊരു വാർത്തയാണ്. കല്ലടയാറ്റിൽ തിരുവന്നൂർക്കട ഭാഗത്ത് കുളിക്കാൻ ഇറങ്ങിയ 20-കാരൻ മുങ്ങി മരിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ തൊട്ടടുത്ത് ഏതാനും കിലോമീറ്ററുകൾ മാത്രം ദൂരെ തെന്മല റിസർവയറിൽ ഡാമിന്റെ ജലസംഭരണ കേന്ദ്രത്തിലും ഒരു റെയിൽവേ ജീവനക്കാരൻ, തമിഴ്നാട് സ്വദേശിയായ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ മുങ്ങി മരിച്ചു. അതും കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ തന്നെയാണ്. എന്തായാലും അടുത്തടുത്ത സമയങ്ങളിൽ 2 പേരാണ് ഒരേ ദിവസം മുങ്ങി മരിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 34 വയസ്സാണെങ്കിൽ പിന്നീട് മുങ്ങി മരിച്ചയാൾക്ക് കേവലം 20 വയസ്സ് മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥിയാണ് ഹർഷദ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും മൃതദേഹം മേൽ നടപടികൾക്ക് ശേഷം നാളെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകും.